പരിപാടി രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പരിപാടികൾ, അതുപോലെ 8 മണിക്ക് ശേഷം ഒരു മെഗാ ഇവൻ്റ് എന്ന രീതിയിൽ വലിയൊരു പരിപാടി ഒക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മുന്നായി പറയാൻ, അതുപോലെ തന്നെ ഇത് നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ നന്നായി പാടുന്നവരും അതുപോലെ തന്നെ കലാരുചിയുള്ളവർ നിരവധി കുട്ടികളുണ്ട്. അവരുടെ പരിപാടികൾ നമുക്കവിടെ വേണം. അവരുടെ അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കണം. പരിവാർ സംഘടനയുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവർ വിവരം നൽകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ കൂട്ടായ്മയിൽ താല്പര്യം, നമുക്ക് ഈ ഒരു വലിയ പരിപാടി ആയതുകൊണ്ട് തന്നെ 100ഓളം ഭിന്നശേഷി കുട്ടികളാണ് ഇതിൽ കലാപരമായി കഴിവ് തെളിയിക്കുന്നത്. അപ്പം അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം നമുക്ക് താല്പര്യമുള്ള ആളുകൾ, നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവുന്നു. അവരൊക്കെ നമ്മുടെ ഇതിൻ്റെ ഭാഗമാവണം. അതൊക്കെ പറയാനാണ് ഇന്ന് ഞാനിവിടെ വന്നത്. നമ്മുടെ തിരമാല സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതിലുപരി ഞാനിത് പറയുന്നതിലുപരി ഞാനിവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടതിലും ഒക്കെ വളരെയേറെ സന്തോഷമുണ്ട്. നല്ലൊരു എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും, കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ആ പരിപാടിക്ക് ക്ഷണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭിന്നശേഷി കുട്ടികളെ അവരുടെ ഫാമിലിയെ സഹായിക്കുന്ന ഒരു ഇതും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്കൂളിൽ തന്നെയുള്ള ഒരു കുട്ടിയെ വീട്ടിൽ നമ്മൾ സഹായം എത്തിച്ചിട്ടുണ്ട്. അത് പറയുന്നില്ല. അപ്പം ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, ഭിന്നശേഷി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്കാവും പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുകൂടി നിങ്ങളെ